ശബരിമല അയ്യപ്പന്റെ വിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചൂഷണം ചെയ്യുന്ന ആളുകൾ താൽക്കാലിക ലാഭം ഉണ്ടാകുമെന്നല്ലാതെ ആത്യന്തികമായി അതിന് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ അനുഭവങ്ങൾ കാണിക്കുന്നത്. ഇന്നത്തെ ഈ തിരിച്ചടി അല്ലെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. അതെ, അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്ത് നീചപ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയം പാർലമെന്റിൽ കൊണ്ടുപോയി ആർക്കാ ആയുധമാക്കി കൊടുത്തത്? ആയുധം കൊടുക്കുന്നത് അവരുടെ ശത്രുക്കൾക്കല്ലേ? രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവെന്ന് അവർ പ്രഖ്യാപിച്ചവരുടെ കയ്യിലല്ലേ ആയുധം കൊടുക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള ഇടതുപക്ഷത്തോടുള്ള വൈരാഗ്യം നമ്മൾ നാട്ടുമ്പുറത്ത് പറയുന്നത് പോലെ താരിയാറ്റാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന സ്വഭാവക്കാരാണ്. അതവർക്ക് ഭാവിയിൽ ഇതുപോലെ സ്വീകരിച്ച നിലപാടുകളാണ് രാജ്യത്തെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോയത്. അത് കേരളത്തിലും അവർക്ക് തന്നെ അത് അനുഭവത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടാകും. മന്ത്രി ജി ആർ അനിലാണ് നമുക്കൊപ്പം ചേരുന്നത്. മിസ്റ്റർ, ഇപ്പോൾ അങ്ങയുടെ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ്. ഇന്നലെയാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ എന്ത് തോന്നുന്നു? വീട്ടുകാരുടെ ആശങ്ക ശരിയാണെന്ന് തോന്നുന്ന ഒരു രീതിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കാണുന്നത്. അന്ന് തന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അവർ പലരും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷെ ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന ആ ഒരു കുടുംബത്തിൽ നിന്ന് ഇതുപോലൊരു സംഭവം അല്ലെങ്കിൽ ഒരു കൊലപാതകമെന്ന് സംശയിക്കുന്ന രീതി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ സാഹചര്യങ്ങൾ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നത് ആ കുടുംബത്തിന് അകത്ത് വെച്ച് ഉണ്ടായ ഒരു ദാരുണമായ കൊലപാതകമാണ് എന്നതാണ് ഇന്നിപ്പോൾ കാണുന്ന വാർത്തകളും വർത്തമാനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്നാൽ അന്ന് പറഞ്ഞതെന്താ? ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. ആത്മഹത്യയുടെ സാധ്യതകൾ സംബന്ധിച്ച് അതിൽ കാണുന്നില്ല. മദ്യപാനത്തിന്റെ വിഷയങ്ങളും പോസ്റ്റ്മോർട്ടത്തിനകത്ത് കാണുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് ഗൗരവമായ അന്വേഷണം നടത്തി, നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തി, കുറ്റക്കാരുടെ പേരിൽ കർശനമായ ശിക്ഷണ നടപടികളിലേക്ക് നീങ്ങണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ എസ് പിയോട് സംസാരിച്ചപ്പോൾ എന്താണ് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും എസ് പി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്ന ഉടൻ തന്നെ അതിന്റെ നടപടിയിലേക്ക് നീങ്ങിയെന്നാണ് എസ് പി എന്നോട് പറഞ്ഞത്. അതനുസരിച്ചുള്ള എസ് പിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ട വട്ടപ്പാറ പോലീസിനെ സംബന്ധിച്ചാണ് ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും പലവിധത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ, അതിന് പുറത്തുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ കുറച്ചുകൂടെ നിഷ്പക്ഷമായ ഒരു വിശ്വാസ്യത ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവത്തിന് ശേഷം അച്ഛനും അമ്മയും വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചില്ല. അത് പ്രാദേശിക കോൺഗ്രസിലുള്ള ആൾക്കാരാണെന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ഈ പരിസരത്തുള്ള ചില കോൺഗ്രസിന്റെ നേതൃത്വം ഇത്തരം ക്രിമിനൽ സംഭവങ്ങളെ ഏത് തരത്തിലും സഹായിക്കുന്നതാണ്. അത് പ്രാദേശികമായി എല്ലാവരും അങ്ങനെയല്ല. ചില നേതൃത്വത്തിൽ നിൽക്കുന്ന ചില ആളുകൾ എന്ത് വൃത്തികെട്ട മാർഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും സംരക്ഷിക്കാനും കൂടെ നിൽക്കുകയും ചെയ്യുന്ന നിലപാടുകാരാണെന്ന് പരക്കെ ജനങ്ങൾക്കിടയിൽ അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ സംഭവത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ രക്ഷകർത്താക്കൾ പറഞ്ഞതെന്താ? ആ വീട്ടിൽ പെയിന്റ് അടി നടന്നിരിക്കുന്നു. വീട്ടുകാർ തന്നെ സമ്മതിക്കുന്നു, പൊട്ടിയിട്ടതേ ഉള്ളൂ, പെയിന്റ് അടിച്ചില്ലെന്നാണ്. ഇതൊക്കെ വീട്ടുകാർ പറഞ്ഞ വാചകങ്ങളാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം നോമിനേഷൻ കൊടുക്കുന്നു, മത്സരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം സാഹചര്യങ്ങൾ സാധാരണയുള്ള ഒരു രീതികളല്ല നാട്ടുംപുറത്ത്. ഇതെല്ലാം അസാധാരണമായ രീതിയാണ് ആ വീട്ടിലെ ഗ്രഹനാഥയും സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ സംശയത്തിന് ബലം കൂടുകയാണ്. അപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാറ്. ഇതിലിപ്പോ ഈ എസ് പിയുടെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. ഇതിലിപ്പോ ഈ വട്ടപ്പാറ പോലീസ് സ്റ്റേഷന് പുറത്തു നിന്നൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് മന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രത്യേക ടീമായിരിക്കും അത്? അല്ല, ഈ ജനങ്ങളുടെ ആശങ്ക ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിനെ സംബന്ധിച്ച് എസ് പിയും പോലീസ് അധികൃതരുമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതിപൂർവമല്ല ഈ എതിർകക്ഷികളായി കാണുന്ന അവരെ സഹായിക്കുന്നതിനനുസൃതമായ സമ്മർദ്ദം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സ്റ്റേഷനിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ജനങ്ങളുടെ ആശങ്ക ഇവിടെ നടന്നല്ലോ. അത് ഞാൻ പങ്കുവച്ചതാണ്.
നമുക്ക് വേറൊരു വിഷയമാണ് ഈ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഇപ്പോൾ ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാവുന്ന ഒരു പതിവായിട്ടുള്ള ഇടയ്ക്കിടെ അത് ഉണ്ടാവുന്നുണ്ട്. ഇടയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടതാണ്. ഇപ്പോൾ ഇന്നലെയും ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ടോ? 6 മാസത്തിനുള്ളിൽ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ റേഷൻ ഷോപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് സംഭവിച്ചാൽ ഉടനെ പ്രചരണം പറഞ്ഞത് ഈ പോസ്റ്റ് തകരാറായതാണ്. ഈ പോസ്റ്റ് തകരാറായതല്ല. കണക്ടിവിറ്റി ഇഷ്യൂ BSNLന്റെ ചില ഭാഗങ്ങളിലുണ്ടായ വീഴ്ചയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനനുസരിച്ച് ഉടൻ തന്നെ അതിന് പരിഹാരം കാണാനുമുള്ള നടപടി സ്വീകരിച്ചു. ഇന്നലെ 4 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഇന്നലെ വാങ്ങിപ്പോയിട്ടുണ്ട്. കോഴിക്കോട് പരിസരത്തുള്ള ചില കേന്ദ്രങ്ങളിലുണ്ടായ സംഭവങ്ങൾക്ക് പരിഹാരമുണ്ടായതുകൊണ്ട് അവിടെയും ഞാൻ ഇന്നലെ 7 മണിക്ക് കഴിഞ്ഞ് നോക്കുമ്പോഴും റേഷൻ കടകളിൽ 4000-ഓളം കടകൾ തുറന്നിരുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലേക്ക് തൊട്ട് പിറകിലുള്ള ദിവസം വാങ്ങിയതിനേക്കാൾ കൂടുതൽ ആളുകൾ റേഷൻ കടകളിൽ നിന്ന് സാധനം വാങ്ങിയ അനുഭവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വരെ 49 ലക്ഷം കുടുംബങ്ങൾ ഇന്നലെ രാത്രി വരെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഈ മാസത്തെ റേഷൻ വിഹിതം വാങ്ങിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റേഷൻ വിതരണത്തിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവമായി എന്റെ ഓഫീസും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും ഇടപെടാനുള്ള നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ജനങ്ങളുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന സമീപനമാണ് ഇടതുപക്ഷം എപ്പോഴും സ്വീകരിക്കുന്നത്. ആ സമീപനവും ആ പ്രവർത്തന ശൈലിയിലൂടെയും ഏതൊക്കെ വീഴ്ചകളോ ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് വൻപിച്ച ഭൂരിപക്ഷം നേടുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകും. ഇപ്പോൾ പേരടിയാണ് വിവാദം. ഇപ്പോൾ VD സതീശൻ ഈ മെറ്റയിലുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യരുതെന്ന് പറഞ്ഞ് മെറ്റയ്ക്ക് ഇപ്പോൾ കത്ത് അയച്ചിരിക്കുകയാണ്. നമ്മൾ പരസ്പരം പാരഡിയിലൂടെ പൊതുപ്രവർത്തകരെയാണ് അധിക്ഷേപിക്കുന്നത്. ഏത് ഭാഗത്തായാലും പൊതുപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതിലൂടെ സമൂഹത്തിൽ നിന്ന് അവർ വഷളാവുകയാണ്. അത് ഗുണം ചെയ്യുന്നതാണോ രാഷ്ട്രീയ രംഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശബരിമല എപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് പ്രതിപക്ഷം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. അത് വീണ്ടും തുടരുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ കൃത്യമായിട്ട് സർക്കാർ ഇടപെടുന്നു. SIT അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണക്കാരെ ആയവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ വീണ്ടും ഈ പാട്ടടക്കമുള്ളവ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയല്ലേ? രാഷ്ട്രീയം എന്നുദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ജീവിതവും സമൂഹത്തിന്റെ ഉന്നമനവുമാണ് ലക്ഷ്യമിടേണ്ടത്. എന്നാൽ അതിൽ വലിയ പങ്കില്ലാത്ത ആളുകൾ എപ്പോഴും സ്വീകരിക്കുന്നത് എന്താ? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതവിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുകയാണ്. അത് നമ്മുടെ നാടിനും രാജ്യത്തിനും ഗുണകരമാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ശബരിമല അയ്യപ്പന്റെ വിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്ന ആളുകൾ താൽക്കാലിക ലാഭം ഉണ്ടാകുമെന്നല്ലാതെ ആത്യന്തികമായി അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ അനുഭവങ്ങൾ കാണിക്കുന്നത്. ഇന്നത്തെ ഈ തിരിച്ചടി അല്ലെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. പാർലമെന്റിലടക്കം ഈ പാട്ട് പാടി MPമാർ നിൽക്കുകയാണ്. പലപ്പോഴും കേന്ദ്ര ഫണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ പോലും അങ്ങനൊരു സമീപനം ഡൽഹിയിൽ നമ്മൾ കണ്ടില്ല. അതെ, അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്ത് നീചപ്രവർത്തനം ചെയ്യാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയം പാർലമെന്റിൽ കൊണ്ടുപോയി ആർക്കാ ആയുധമാക്കി കൊടുത്തത്? ആയുധം കൊടുക്കുന്നത് അവരുടെ ശത്രുക്കൾക്കല്ലേ? രാജ്യത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് അവർ പ്രഖ്യാപിച്ചവരുടെ കയ്യിലല്ലേ ആയുധം കൊടുക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള ഇടതുപക്ഷത്തോടുള്ള വൈരാഗ്യം നമ്മൾ നാട്ടുമ്പുറത്ത് പറയുന്നത് പോലെ താരിയാറ്റാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന സ്വഭാവക്കാരാണ്. അതവർക്ക് ഭാവിയിൽ ഇതുപോലെ സ്വീകരിച്ച നിലപാടുകളാണ് രാജ്യത്തെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോയത്. അത് കേരളത്തിലും അവർക്ക് തന്നെ അത് അനുഭവത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടാകും. തെരഞ്ഞെടുപ്പിലെ തോൽവി CPI നേതൃത്വം വളരെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ. അല്ല, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചല്ലോ. നമ്മുടെ ഗവൺമെന്റിന്റെ ഇത്രയധികം വികസനക്ഷേമ പ്രവർത്തനം നടപ്പാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതല്ലല്ലോ ഇവിടെ ചർച്ചയായത്. ഇവിടെ ചർച്ചയായ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾക്കനുസരിച്ച് ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിടാനുള്ള വലിയ പരിശ്രമമാണ് മാധ്യമങ്ങളുടെ ചിലരുടെ സഹായത്തോടു കൂടി അരങ്ങേറിയത്. അത് താൽക്കാലിക ലാഭം അവർക്കുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താനുള്ള നടപടി സ്വീകരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.